പശ്ചിമ ബംഗാൾ തൃണമൂൽ കോൺഗ്രസിന്റെ പതനം പ്രവചിക്കുന്നതായിരുന്നു ഇന്നലെ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ. 5 ഏജൻസികൾ ബി ജെ പി അധികാരത്തിലെത്തുമെന്ന് പ്രവചിച്ചു. അസമിലും പുതുച്ചേരിയിലും NDA സഖ്യത്തിന് ഭരണത്തുടർച്ച ഉണ്ടാകുമെന്നും പ്രവചനം വന്നു. തമിഴ്നാട്ടിൽ DMKയ്ക്ക് തുടർഭരണം ഉണ്ടാകുമെന്നും ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുകയാണ്. നമുക്കൊന്ന് പരിശോധിക്കാം പശ്ചിമ ബംഗാൾ എന്ത് സംഭവിക്കുന്നതാണ്. കൊൽക്കത്തയിൽ ശ്രീനാഥ് ചന്ദ്രനുണ്ട്, ചെന്നൈയിൽ മനീഷ് മൂർത്തിയുണ്ട്. അതുപോലെ നമുക്ക് ആദ്യം ശ്രീനാഥ് ചന്ദ്രനിലേക്ക്. ശ്രീനാഥ് ചന്ദ്രൻ, യഥാർത്ഥത്തിൽ NDA സഖ്യം അവിടെ അധികാരത്തിൽ വരും എന്ന് എക്സിറ്റ് പോൾ ഫലം പറയുന്നു. എന്താണിപ്പോൾ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി? SK ഇന്നലെ പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ പരിശോധിക്കുമ്പോൾ ഭൂരിഭാഗം ഏതാണ്ട് 4 എക്സിറ്റ് പോളുകളെങ്കിലും BJPക്ക് മേൽക്കൈ പ്രവചിക്കുന്നുണ്ട്. പക്ഷേ ഒരു വലിയ മേൽക്കൈ, ഒരു 200 സീറ്റിന് മുകളിലേക്കൊന്നും പോകുന്ന തരത്തിൽ BJP നേട്ടമുണ്ടാക്കാൻ സാധ്യതയില്ല എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതിനപ്പുറത്തേക്ക് ഒരു കുറഞ്ഞ കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ ഒരു 10ഓ 20ഓ സീറ്റ് അധികം കിട്ടിയാൽ അത്രയുമായി എന്നതാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. പക്ഷേ പീപ്പിൾസ് പൾസ് പോലെയുള്ള എക്സിറ്റ് പോളുകൾ തൃണമൂലിന് വീണ്ടും ഒരിക്കൽ കൂടി അധികാരം പ്രവചിക്കുന്നു. പക്ഷേ കഴിഞ്ഞ 2 തവണയും 200-ന് മുകളിൽ സീറ്റ് നേടിയതാണ് തൃണമൂൽ. പക്ഷേ ഇത്തവണ അത് ഉണ്ടാവില്ല എന്നതാണ് പറയുന്നത്. പൊതുവെ ഒരു ശക്തമായ പോരാട്ടം, ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം സംസ്ഥാനത്ത് നടന്നു എന്നതാണ് ഇതിന്റെ ഒരു ആകെ തുക. 2 എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി ഇന്ന് വരാനുണ്ട്. അത് കുറച്ചുകൂടി പൊതുവെ ആധികാരികം എന്ന് വിലയിരുത്തപ്പെടാറുള്ള 2 എക്സിറ്റ് പോളുകളാണ്. ഒന്ന് ടുഡേസ് ചാണക്യ, ഒന്ന് ആക്സിസ് മൈ ഇന്ത്യയുമാണ്. ആ 2 എക്സിറ്റ് പോളുകൾ എന്താണ് പറയുന്നത് എന്നതുകൂടി അറിയാൻ പൊതുവെ ആളുകൾക്ക് കൗതുകം കാണും. കാരണം അവരുടെ മുൻ ചരിത്രം ആ തരത്തിൽ കുറെയൊക്കെ ശരിയായി വന്നിട്ടുണ്ട് എന്നതാണ് അനുഭവം. ഏതായാലും ബംഗാളിൽ ഒരു ശക്തമായ പോരാട്ടം നടന്നു എന്നതാണ്. പക്ഷേ തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോളുകൾ എന്തായാലും അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് വിജയം ഞങ്ങൾക്കുണ്ടാകും എന്ന കാര്യത്തിൽ അവർ മുൻകാല അനുഭവങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 തവണയും തൃണമൂൽ തോൽക്കും, അല്ലെങ്കിൽ തൃണമൂലിന് വലിയ ക്ഷീണമുണ്ടാവും എന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നെങ്കിലും അതിനെ മറികടക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലം വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ BJP വലിയ ശക്തിയായി മാറും എന്ന പ്രവചനം വന്നു. പക്ഷേ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിനും പകുതി സീറ്റിൽ മാത്രമേ BJPക്ക് എത്താൻ കഴിഞ്ഞുള്ളൂ. 2021 ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ തൃണമൂലിന് ഏതാണ്ട് സമഗ്രാധിപത്യം ബംഗാളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എക്സിറ്റ് പോളുകൾ വലിയ കാര്യമാക്കേണ്ട എന്നൊരു നിലപാടിൽ തൃണമൂൽ ഇരിക്കുന്നു. BJP എക്സിറ്റ് പോളുകളുടെ ഒരു ആവേശം BJP ക്യാമ്പിൽ പ്രകടമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ കഴിഞ്ഞിട്ടില്ല, ഇനിയും റീപോളിംഗ് നടക്കാൻ പോകുന്നു എന്നതാണ് ബംഗാളിലെ അവസ്ഥ. 1ാം ഘട്ടത്തിൽ വലിയ വോട്ടിംഗ് ശതമാനം ഉണ്ടായെങ്കിലും അവിടെ റീപോളിംഗ് വേണ്ടി വന്നില്ല. പക്ഷേ 2ാം ഘട്ടത്തിൽ റീപോളിംഗ് നടക്കാൻ പോകുന്നു. 77 ബൂത്തുകളിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കിട്ടിയിട്ടുള്ളത്. ഈ മെഷീനിലെ ചിഹ്നം മറച്ചതുമായി ബന്ധപ്പെട്ടാണ് ഭൂരിഭാഗം പരാതികൾ വന്നിട്ടുള്ളത്. അതിൽ 22 എണ്ണം വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞു, സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്. ബാക്കിയുള്ളത് കൂടി പരിശോധിച്ച് വരികയാണ്. ഇന്ന് തന്നെ ആ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവും. നാളെയോ മറ്റന്നാളോ എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ റീപോളിംഗിന് വേണ്ടി കണ്ടുവച്ചിട്ടുള്ള തീയതിയായി പറയുന്നത്. അങ്ങനെയെങ്കിൽ നാളെയോ മറ്റന്നാളോ തന്നെ ഒരു റീപോളിംഗ് നടന്നേക്കാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല സംഘർഷങ്ങൾ നടന്നതാണ്, അതിന് ഒരു തുടർച്ചയുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ 2 ലക്ഷത്തോളം കേന്ദ്രസേന ഉദ്യോഗസ്ഥരെ വിന്യസിച്ചാണ് സംസ്ഥാനത്ത്. അതിൽ എല്ലാവരെയും ഇപ്പോൾ തിരിച്ചു വിളിക്കാൻ പോകുന്നില്ല. 77,000 കേന്ദ്രസേന ഉദ്യോഗസ്ഥർ ഈ പ്രത്യേക സാഹചര്യം മുൻനിർത്തി സംസ്ഥാനത്ത് തുടരും എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.